അപ്പോൾ മഴയ്ക്ക് മുമ്പ് സൺഷെയ്ഡ് ക്ലീൻ ആക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് വെച്ചത്. പക്ഷേ മഴ നേരത്തെ വന്നല്ലോ. അപ്പോൾ ഞാൻ മേളിൽ കയറി നോക്കി. മേളിൽ കയറിയപ്പോൾ നല്ല അത്യാവശ്യത്തിന് വൃത്തിയായിട്ട് കിടക്കുവാണ്. അപ്പം ഞാൻ എന്തായാലും ഗാർഡൻ വർക്കിന് വേണ്ടിയിട്ട് കുറച്ച് ടൂൾസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് ഞാൻ മേളിലോട്ട് കയറി ക്ലീൻ ആക്കാനുള്ള പരിപാടിയാണ്. ഇത് ഇങ്ങനെ വരാനായിട്ട് മെയിൻ കാരണം ഞങ്ങൾക്ക് പുറകിൽ ഈ ചെറിയ നെല്ലിക്കാപ്പിളുടെ ഒരു മരവും അപ്പുറത്ത് ചെറിയൊരു മാവും ഉണ്ട്. ഇതിൽ നിന്ന് വീണ ഇലകൾ ഇങ്ങനെ കണ്ടിന്യൂസ് വീണ് ആയിട്ടാണ് ഒരു വൃത്തികേടായി പോയത്. ഞാൻ നോക്കിയപ്പോഴേക്കും എന്തിൻ്റെയൊക്കെയോ ഈ അടക്കയുടെ തയ്യാന്ന് തോന്നുന്നു. ഏതോ ഒരു ചെടിയുടെ തൈ നമ്മുടെ ടെറസിൻ്റെ സൺഷെയ്ഡിൻ്റെ സൈഡിലായിട്ട് മുളച്ചു വന്നു. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ആക്കുവാണ് ഞാൻ. പറ്റുന്ന ബ്രാഞ്ചസുകളെല്ലാം ഈ ചാഞ്ഞ് കിടക്കുന്ന മേളിലോട്ട് കിടക്കുന്ന എല്ലാം ഞാൻ ട്രിം ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബിൽഡിങ്ങിൽ വന്ന മോസില്ല, അത് ഭയങ്കര ഇൻവേസീവാണ്. ഫുള്ളിങ്ങനെ വന്ന് കിടക്കുവാണ്. എന്തായാലും ഈ പ്രാവശ്യം പെയിൻ്റ് അടിക്കുന്നില്ല എന്ന് തീരുമാനിച്ച്, മഴ നേരത്തെ വന്നല്ലോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഉരച്ച് തേച്ച് എല്ലാം ക്ലീനാക്കി, പറ്റുന്ന അത്രയും ക്ലീനാക്കി. ഇത് ഏറ്റവും നല്ല പ്രഷർ വാഷ് ചെയ്യണമാണ്. പക്ഷേ ടൈം കിട്ടുന്നില്ല. ഞാൻ മൺഡേ മോർണിംഗ് നേരത്തെ എണീറ്റിട്ട് വർക്ക് ചെയ്ത് ക്ലീനാക്കിയതാണ്. ഇതെനിക്ക് രാത്രി ഒന്ന് വർക്കും ഉണ്ട്. പിന്നെ എനിക്ക് ഈ വീക്കെൻഡൊക്കെ എന്താണെന്ന് അറിയില്ല, ഈ മാസം ഫുള്ള് വീക്കെൻഡ് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനായിട്ട് വരും. അത് കാരണം കൊണ്ട് നേരത്തെ എൻ്റെ ചെയ്യുക എന്നുള്ളത് വേറൊരു വഴിയില്ല. അപ്പോൾ ഞാൻ പറ്റുന്നതെല്ലാം ക്ലീൻ ചെയ്ത് ഇനി കിട്ടുന്ന ടൈമിൽ പ്രഷർ വാഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ ടെറസിലാകുമ്പോൾ എന്തൊക്കെയൊക്കെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അതും കൊണ്ടും വൃത്തികേടായിട്ട് കുറച്ച് കിടപ്പുണ്ട്. അപ്പോൾ അത് ഇനി താഴത്തോട്ട് ഇറക്കി വെച്ചൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്.